നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാനത്തെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരമാണ് ബ്രസീൽ ഇന്ന് കളിച്ചത്. USMNTക്കെതിരെയുള്ള മത്സരം 1-1 സമനില. ഇതേ USMNTയെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയ തകർത്ത് തരിപ്പണമാക്കി വിട്ട് 5 ഗോൾ അടിച്ചു കയറ്റി കൊടുത്തത് എന്ന കാര്യം കൂടി ഓർക്കുക. അവരോടാണ് ബ്രസീൽ വിജയിക്കാൻ കഴിയാതെ മടങ്ങുന്നത്. ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അവർ റിസർവ് ടീമിനെയാണ് ഇറക്കിയതെങ്കിൽ ഈ മത്സരത്തിൽ ശക്തമായ ടീമിനെ തന്നെ കളിക്കളത്തിലേക്ക് വിട്ടു. റോഡ്രിഗോയും വിനി ജൂനിയറും റാഫിഞ്ഞയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള മുന്നേറ്റ നിര, ലൂക്കാസ് പക്കേറ്റയും ബ്രൂണോ ഗുയിമേറസും ഒക്കെ ഉള്ള മധ്യനിര, മാർക്കിഞ്ഞോസ് സെൻറ്റർ ബാക്കിൻ്റെ റോളിലുണ്ടായിരുന്നു, പിന്നെ ഡാനിലോയുണ്ട്, ആലിസൺ ഗോൾ കീപ്പറായിട്ട്. ഇങ്ങനെയുള്ളൊരു ടീമിനെ ഇറക്കിയിട്ടാണ് ബ്രസീലിന് വിജയിച്ച് കയറാൻ കഴിയാതെ പോയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ചിത്രം വ്യക്തമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജാവോ ഗോമസ് എന്ത് പ്രകടനമാണ് നടത്തിയത് ആദ്യ പകുതിയിൽ എന്നുള്ളൊരു ചോദ്യമാണ്. ബ്രസീലിയൻ ടീമിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നിലവാരം അദ്ദേഹത്തിനുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ബെറാൽഡോ വേണ്ട വിധത്തിലുള്ള ഒരു മികവ് കാണിച്ചില്ല. എന്തുകൊണ്ടാണ് ബ്രമറ വേണ്ട എന്ന് കോച്ച് തീരുമാനിക്കുന്നത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. റോഡ്രിഗോയും റാഫിഞ്ഞയും മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് ആദ്യ പകുതിയിൽ എന്ന കാര്യം മറക്കുന്നില്ല. വിനി ജൂനിയറുടെ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഒരല്പം സങ്കടകരമായി തോന്നിയത്. അദ്ദേഹം ഓവറായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും പോസിറ്റീവായിട്ട് വരുന്നില്ല. കാര്യങ്ങൾ നേച്ചുറലി സംഭവിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരല്പം എക്സ്ട്രാ ഫോഴ്സ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ലൂക്കാസ് പക്കേറ്റ തീർച്ചയായിട്ടും അൺഫോക്കസ്ഡ് ആയിട്ട് കളിക്കുന്ന പോലുള്ള ഒരു പ്രകടനം നടത്തി. അദ്ദേഹം വളരെ മോശമായിരുന്നു ആദ്യ പകുതിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രൂണോ ഗുയിമേറസിന്റെ കാര്യത്തിലും വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ആദ്യ പകുതിയിൽ ഉണ്ടാക്കാനുള്ള പ്രകടനം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാം പകുതിയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പ്രതീക്ഷ തന്നെയാണ്. ഡഗ്ലസ് ലൂയിസിനെ ഇറക്കി ജാവോ ഗോമസിനെ പിൻവലിച്ചുകൊണ്ട് അത് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയായിരുന്നു. അതേസമയം വിനിയെ പിൻവലിച്ച് എൻട്രിക്കിനെ ഇറക്കും എന്ന് കരുതിയെങ്കിൽ ലൂക്കാസ് പക്കേറ്റയെ പിൻവലിച്ച് എൻട്രിക്കിനെ ഇറക്കാനാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ തീരുമാനിച്ചത്. അതുപോലെ ബ്രൂണോ ഗുയിമേറസിന് പകരം ആൻഡ്രിയസ് പെരീരയും റാഫിഞ്ഞയ്ക്ക് പകരം സാവിഞ്ഞയും പിന്നീട് വരികയുണ്ടായി. അതുപോലെ തന്നെ റോഡ്രിഗോയെ പിൻവലിച്ച് ഒടുവിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയെ അദ്ദേഹം കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു കളിയിൽ രണ്ടാം പകുതിയിലും ബ്രസീലിന് അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഗോളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അവസാന നിമിഷത്തിൽ വരെ അത് സംഭവിക്കുന്നു. ഇനി അവസാനത്തെ കിക്ക് പോലും മിസ് ചെയ്യുന്ന ഒരു കാഴ്ച വളരെയധികം പരിതാപകരമായ ഒരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതിൻ്റെ ഒരു സംഗ്രഹമായിരുന്നു. അതേസമയം ആദ്യം ബ്രസീൽ 1-1 സമനിലയിലേക്ക് എത്തിയത് ക്രിസ്ത്യൻ പുലിസിച്ചിന്റെ ഒരു ഫ്രീ കിക്ക് ഗോളിലാണ്. അത് ആലിസൺ ബെക്കർ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ തടയാമായിരുന്നു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ആലിസൺ ബെക്കർ പോരാ, അദ്ദേഹത്തെ മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമ്മളിപ്പോൾ കാണാറുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ ബ്രസീൽ ടീമിനെ യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്തിയത്, തോൽവിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തിയത് ആലിസൺ ബെക്കറുടെ സേവുകളാണ്. അത് മറക്കാതിരിക്കുക. കോച്ച് കളി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പറയുകയും ചെയ്തു ആലിസൺ ബെക്കർക്ക് വലിയ പ്രാധാന്യം താൻ തൻ്റെ സ്ക്വാഡിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഈ കളി നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഒരു നിരാശയായിരിക്കും ആരാധകർക്ക് ഉണ്ടാവുക. റോഡ്രിഗോ മോശമല്ലാതെ കളിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതേസമയം വിനി ജൂനിയറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് അല്ല വന്നത്. റോഡ്രിഗോയുടെ കളിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് 6 ഷോട്ടുകൾ വന്നതിൽ 4 ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒരു കീ പാസ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. 31 പാസുകളിൽ 28 ലക്ഷ്യത്തിലേക്ക് 81% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി വന്നത്. ഡ്രിബ്ലിങ്ങുകൾ 3 നടത്തിയത് 3 അദ്ദേഹം സക്സസ്ഫുൾ ആയി. 9 ഡ്യുവൽസിൽ 7 അദ്ദേഹം വിൻ ചെയ്തു. അങ്ങനെ ഒരു പക്ഷേ ബ്രസീലിയൻ ടീമിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ്. ബ്രസീലിയൻ ടീമിൻ്റെ ഒരു മൊത്തത്തിലുള്ള റേറ്റിംഗിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർക്ക് ഇപ്പം സോഫാ സ്കോർ നൽകുന്ന റേറ്റിംഗ് 7.7 അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സേവുകൾ വന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 90 മിനിറ്റ് കളിച്ച് 6 സേവുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റൺഔട്ട് അദ്ദേഹം നടത്തുകയുണ്ടായി. റൺസ് ഔട്ട് അദ്ദേഹം പുറത്തോട്ട് വന്നുകൊണ്ടുള്ള ഒരു ശ്രമം, അതുപോലെ തന്നെ ഇൻസൈഡ് ബോക്സിൽ നിന്നുള്ള സേവുകൾ 3. അങ്ങനെ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചിട്ടുണ്ട്.
11 പാസുകൾ കൊടുത്തത് 10ഉം അദ്ദേഹം ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുകയുണ്ടായി. സോ ആലിസൺ രണ്ടാം പകുതിയിൽ മികവ് കാണിച്ചിട്ടുണ്ട്. അതാണ് ബ്രസീലിനെ തോൽക്കാതെ പിടിച്ചു നിർത്തിയത്. ഡിഫൻസിൽ വരികയാണെങ്കിൽ ഡാനിലോയുടെ റേറ്റിംഗ് 6.7, മാർക്കിനോസ് 7.4, ലൂക്കാസ് ബെറാൾഡോ 7.4, ബെൻഡൽ 7.5. മധുരയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗുയിമറസ് 7, ജാവോ ഗോമസ് 6.5. നമ്മൾ പറഞ്ഞു ജാവോ ഗോമസിന്റെ പെർഫോമൻസ് മോശമായിരുന്നു. ദെൻ റഫീഞ്ഞ അദ്ദേഹമായിരുന്നു വലതുപാർശ്വത്തിലുണ്ടായിരുന്നു, 7.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ലൂക്കാസ് പക്വേറ്റ, നമ്മൾ പറഞ്ഞ വിഷയമാണത്, അദ്ദേഹം അത്രത്തോളം ഫോക്കസ്ഡ് അല്ല എന്നൊരു ഫീലാണ് നമുക്കുണ്ടായത്. 6.7 അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ് വന്നത്. റോഡ്രിഗോയുടെ റേറ്റിംഗ് 8.1. ഒരു പക്ഷേ സോഫ സ്കോർ ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് റോഡ്രിഗോക്കാണ്. വിനി നിരവധി മിസ്സുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. 17 തവണ അദ്ദേഹം പൊസഷൻ നഷ്ടപ്പെടുത്തുകയുണ്ടായി. 7 ഗ്രൗണ്ട് ഡ്യൂവൽസിൽ 2 മാത്രമാണ് അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ പറ്റിയത്. 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്യുകയുണ്ടായി. അപ്പം വിനിയുടെ ഒരു റേറ്റിംഗ് വരുന്നത് 7.1. ബ്രസീലിലെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ കാര്യത്തിലേക്ക് പോയാൽ ഡഗ്ലസ് ലൂയിസ് 7.2, ആൻഡ്രേസ് പെരീര 7.2, സാവിയോ 6.9, എൻറിക്ക് 7.1, ഗബ്രിയൽ മാർട്ടിനെല്ലി 6.6. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ ഒരു പ്രകടനം വിലയിരുത്തിക്കൊണ്ട് സോഫ സ്കോർ നൽകിയിരിക്കുന്ന റേറ്റിംഗ്. എന്തായാലും ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർണ്ണമായിട്ട് സജ്ജമല്ല എന്നൊരു തോന്നലാണ് കോപ്പ അമേരിക്കയ്ക്ക് മുന്നുള്ളത്. കോച്ച് ദൊരിവാൾ ജൂനിയർ പറയുന്നത് ഇത് പ്രിപ്പറേറ്ററി ഫേസ് മാത്രമാണ്, നിങ്ങൾ ഇപ്പോഴേ അങ്കലാപ്പിലേക്ക് പോവേണ്ടതില്ല, ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രസീലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എത്താം.